നമസ്കാരം. ട്രൂവിലേക്ക് സ്വാഗതം. ഇനി ഡൽഹിയിൽ നിന്നും അമേരിക്കയിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് യാത്ര ചെയ്യാൻ 1 മണിക്കൂർ മാത്രം മതി, അല്ലെങ്കിൽ അതിൽ താഴെ. വലിയൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ സ്പേസ് എക്സ് ഉടമയായിട്ടുള്ള ഇലോൺ മസ്ക് പുറത്തുവിട്ടിരിക്കുന്നത്. തൻ്റെ കമ്പനിയായിട്ടുള്ള സ്പേസ് എക്സ് ഒരു റെക്കോർഡ് സമയത്തിനുള്ളിൽ തന്നെ യാത്രക്കാരെ വളരെ അകലെയുള്ള നഗരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള കണക്ടിവിറ്റി, അതിനുള്ള സാങ്കേതികവിദ്യ കണ്ടെത്താനുള്ള ഒരു പരിശ്രമത്തിലാണ്. നവംബർ 6-ാം തീയതി ഒരു ഉപഭോക്താവ് പങ്കുവച്ച ഒരു വീഡിയോയോട് പ്രതികരിച്ചുകൊണ്ടാണ് മസ്ക് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. ട്രംപിന്റെ ഭരണകാലത്ത് ഏതാനും വർഷങ്ങൾക്കിടയിൽ തന്നെ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് എർത്ത് ടു എർത്ത് ഫ്ലൈറ്റുകൾക്ക് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം കിട്ടുമെന്നാണ് ഉപയോക്താവ് പറയുന്നത്. ഏറ്റവും ദൈർഘ്യമേറിയ യാത്രകൾ, അതായത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന, ഒരുപക്ഷെ ഒരു ദിവസത്തോളം അടുത്തു വരുന്ന യാത്രകൾ കേവലം 30 മിനിറ്റിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും. ഭൂമിയിൽ എവിടേക്കും 1 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇപ്പോൾ അത് സാധ്യമാണ്. സ്പേസ് എക്സിന്റെ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളടങ്ങിയ വീഡിയോയോട് പ്രതികരിച്ചുകൊണ്ടാണ് ഇലോൺ മസ്ക് ഇക്കാര്യം ഉറപ്പ് നൽകുന്നത്. ഒട്ടനവധി ഉപഭോക്താക്കൾ ഇതിനോടകം തന്നെ മസ്കിന്റെ ഈ പ്രതികരണത്തിന്, ഈ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസിനും ടൊറന്റോയ്ക്കും ഇടയിൽ 24 മിനിറ്റും, ലണ്ടനും ന്യൂയോർക്കിനും ഇടയിൽ 29 മിനിറ്റും, ദില്ലിക്കും സാൻ ഫ്രാൻസിസ്കോയ്ക്കും ഇടയിൽ കേവലം 30 മിനിറ്റും മാത്രമാണ് സ്പേസ് എക്സ് വിഭാവനം ചെയ്യുന്നത്. ഡെയിലി മെയിലിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. കേവലം 30 മിനിറ്റ് കൊണ്ട് അമേരിക്കയിലെത്താൻ സാധിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച 395 അടി നീളമുള്ള ബഹിരാകാശ പേടകമായിട്ടുള്ള സ്റ്റാർഷിപ്പിന് 1000 യാത്രക്കാരെ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഏകദേശം 1 പതിറ്റാണ്ട് മുൻപ് തന്നെ സ്പേസ് എക്സ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. ഇങ്ങനെ ഒരു അവതരണം എടുത്തു പറഞ്ഞതായിരുന്നു.